നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. നിങ്ങൾ എല്ലാവരും ദേവസ്വം ബോർഡ് നോട്ടിഫിക്കേഷൻസിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞോ? ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് വേണ്ടത് എന്ന് ഇപ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു സെഷനിൽ ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ആവശ്യമുള്ളത് എന്ന് നോക്കാം. എല്ലാവരും അപ്ലൈ ചെയ്തു എന്ന് വിശ്വസിക്കുകയാണ്. ഇനി ആരെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ടുണ്ട് എങ്കിലോ ഇതുകൂടി കണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി എത്രയും വേഗം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കണം. കാരണം ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ മാസം 28-ാം തീയതിയാണ്. അതായത് ഇനി ഒരാഴ്ച കൂടി മാത്രമേ നമ്മുടെ മുൻപിൽ അവശേഷിക്കുന്നുള്ളൂ. അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഒരുപാട് കുട്ടികൾ നേരിടുന്നുണ്ട്. അപ്പൊ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? മെയിൽ അയക്കേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ KDRBയുടെ ഓഫീസിലേക്ക് ചിലപ്പോൾ നേരിട്ട് വരേണ്ടതായിട്ട് വരും. അതൊക്കെ നമുക്ക് നേരെ കയറി അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാത്രമേ മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ഇനി ആരും വെയിറ്റ് ചെയ്യരുത്. എത്രയും വേഗം എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ പ്രോസസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോവുക. അതിന് ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് വേണ്ടത് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഈ ഒരു സെഷനിലൂടെ മനസ്സിലാക്കാം. അതായത് ഞാൻ ആദ്യം പറയുന്നത് ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ്, അതായത് ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ആവശ്യമുണ്ട് എന്ന് പറയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫോട്ടോ സിഗ്നേച്ചർ. മാൻഡേറ്ററി ആയിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാകേണ്ടുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന് ഫോട്ടോയും അതേപോലെ തന്നെ സിഗ്നേച്ചറും. ഈ ഫോട്ടോയ്ക്കും സിഗ്നേച്ചറിനും അവരൊരു ഫോർമാറ്റ് പറയുന്നുണ്ട്. ആ ഫോർമാറ്റിൽ തന്നെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഫോട്ടോ ആണെങ്കിലും സിഗ്നേച്ചർ ആണെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അത് ഏതാണ് എന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് കിടക്കാം. നിങ്ങൾക്ക് ഫോട്ടോ ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇതേപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് കയറി നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോഴേ കാണാൻ പറ്റും. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് അപ്ലൈ ചെയ്യേണ്ടത്, വൺ ടൈം രജിസ്ട്രേഷൻ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ അതുകൂടി എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം. ഇവിടെ നോക്കിയടാ, ആദ്യം ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. ആ ഫോട്ടോ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത JPG ഫയൽ ചൂസ് ചെയ്യേണ്ടത് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടാണ്. അതിനു മുമ്പ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്തെ കാര്യം ഇവിടെ കിടക്കുന്നത് പോലെ അതൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കണം. ഓക്കെ, പാസ്പോർട്ട് സൈസിലുള്ള ഒരു ഫോട്ടോ ആയിരിക്കണം. ദെൻ അതിൽ പറയുന്നു ഡിജിറ്റൽ ഫോം വിത്ത് ഫോളോയിങ് സ്പെസിഫിക്കേഷൻ. ഒന്ന്, മാക്സിമം സൈസ് 30 KB മാത്രമേ ആവാൻ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ 30 KBക്ക് താഴെ മാത്രമേ ഫയലിന്റെ സൈസ് പോവാൻ പാടുള്ളൂ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ അതിന്റെ ഡയമെൻഷൻ പറയുന്നത് 150 വിഡ്ത്തും 200 ഹൈറ്റുമാണ് വരേണ്ടത്. വിഡ്ത്ത് 150ഉം 200 ഹൈറ്റുമാണ് വരേണ്ടത്. ഇത് പിക്സലിലാണ് പറയുന്നത്. പിക്സലിൽ 150 വിഡ്ത്തും 200 ഹൈറ്റുമുള്ള JPG ഫോർമാറ്റിലുള്ള ഫയലാണ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. 30 KB താഴെ മാത്രമേ ആവാൻ പാടുള്ളൂ. ഇത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഓൺലൈൻ വെബ്സൈറ്റുകളുണ്ട്. നിങ്ങൾക്ക് PDF-ന്റെ സൈസ് റെഡ്യൂസർ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, JPG-യുടെ സൈസ് റെഡ്യൂസർ ഒന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് സൈറ്റ് വരും. അതിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് 30-ൽ താഴെ ആക്കാനായിട്ട് പറ്റും. പിന്നെ അതിൻ്റെ ഡയമെൻഷൻ ആണ് ചേഞ്ച് ചെയ്യേണ്ടതെങ്കിലും അത്തരത്തിലുള്ള വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്. ആ വെബ്സൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അതും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. നോക്കിക്കടാ, ഇനി അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇത് 3 മാസത്തിനുള്ളിൽ എടുത്തൊരു ഫോട്ടോ ആയിരിക്കണം എന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് ഫോട്ടോഗ്രാഫിന്റെ താഴെ നിങ്ങളുടെ പേരും, അതായത് ABC നിങ്ങളുടെ പേര് കൃത്യമായിട്ടുണ്ടായിരിക്കണം. അതിനാണ് ഫോട്ടോ എടുത്ത ഡേറ്റ്. ഇപ്പം നിങ്ങൾ 3 മാസത്തിനുള്ളിൽ 28/3/2024 എന്നാണ് എങ്കിൽ നിങ്ങളൊരു 3 മാസത്തിനുള്ളിൽ എടുത്തിട്ടുള്ള ഒരു ഡേറ്റ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. 28/3/2025, അതായത് ഒരു മാസത്തിനുള്ളിൽ എടുത്തൊരു ഫോട്ടോയാണ്. അങ്ങനെ നിങ്ങളുടെ ഫോട്ടോയുടെ പേരും അതേപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോയിൽ നിങ്ങളുടെ പേരും അതേപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോ എടുത്ത ഡേറ്റും ഉണ്ടായിരിക്കണം. ഇങ്ങനെയായിരിക്കും വരിക. അതായത് ഫോട്ടോ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇതിന് താഴെ നിങ്ങളുടെ പേരുണ്ടായിരിക്കണം. അതേപോലെ തന്നെ താഴെ നിങ്ങൾ ഫോട്ടോ എടുത്തിട്ടുള്ള ഡേറ്റ് കൂടി എന്ത് ചെയ്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ അല്ലടാ? ഇത് രണ്ടും ഉണ്ടായിരിക്കണം. അത് 30 KBയിൽ താഴെ ആയിരിക്കണം. 150 വിഡ്ത്തും 200 ഹൈറ്റുമുള്ള ഫോർമാറ്റിലും ആയിരിക്കണം. ഇനിയും നമ്മുടെ സിഗ്നേച്ചർ ആണെങ്കിലോ അവിടെയും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 30 KB ആണ് സൈസ് പറഞ്ഞിരിക്കുന്നത്. 30 KBയിൽ താഴെ ആയിരിക്കണം സൈസ്. അതേപോലെ തന്നെ 150 വിഡ്ത്തും 100 ഹൈറ്റും ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഇവിടെ വിഡ്ത്താണ് കൂടുതലായിട്ട് വരേണ്ടത്. 150 ആണ് വിഡ്ത്ത് വരേണ്ടത്, പിക്സലാണ്. ദെൻ അതേപോലെ തന്നെ 100 ആണ് പിക്സൽ ഹൈറ്റ് വരേണ്ടത്. അതുകൂടി എന്ത് ചെയ്യുക? ശ്രദ്ധിക്കേണ്ടതുണ്ട്. JPG ഫോർമാറ്റിൽ തന്നെയാണ് എങ്കിൽ മാത്രമേ ഇവിടെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഉറപ്പായിട്ട് വേണം. ദെൻ അതിനുശേഷം SSLCയുടെ സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ
+2 ഡിഗ്രി മറ്റ് സർട്ടിഫിക്കറ്റുകൾ, അതായത് ഏതെങ്കിലും സർട്ടിഫിക്കേഷൻസ് ആവശ്യമായിട്ടുണ്ട് എങ്കിൽ ആ സർട്ടിഫിക്കേഷൻസ് ഇപ്പോൾ വന്നിട്ടുള്ള 38 പോസ്റ്റുകളിൽ പല പോസ്റ്റുകൾക്കും ചില സർട്ടിഫിക്കറ്റ്സ് ആവശ്യമുണ്ട്. ആ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ദെൻ EWH സർട്ടിഫിക്കറ്റ്സ്, ദെൻ അതുപോലെ OBC SC ST പോലുള്ള സർട്ടിഫിക്കറ്റ്സ്. ഇതിലൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ സർട്ടിഫിക്കറ്റ്സ് ഒന്നും തന്നെ ഇപ്പോൾ അപ്ലോഡ് ചെയ്തില്ലെങ്കിലും, അതായത് ഞാൻ മുന്നോട്ട് വരുമ്പോൾ 1-2 കണ്ടീഷൻസ് പറയാം, അതല്ലാത്ത സിറ്റുവേഷൻസിലൊക്കെ അപ്ലോഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പിന്നീട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ടൈമിൽ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ ഇപ്പോൾ തന്നെ എന്ത് ചെയ്തേക്കാം, അപ്ലോഡ് ചെയ്തേക്കാം. നിങ്ങളുടെ കയ്യിൽ ഈ സാധനങ്ങളെല്ലാം ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്തേക്കാം, അപ്ലോഡ് ചെയ്തേക്കാം. റിസ്ക് എടുക്കേണ്ട. പക്ഷേ എന്താണ്, നിങ്ങൾക്ക് നമ്മുടെ KDRBയിൽ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, വെരിഫിക്കേഷൻ ടൈമിൽ കൂടുതൽ സർട്ടിഫിക്കറ്റ്സ് മതി. അതായത് നിങ്ങൾ ഈ പറയുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് ആ സമയത്ത് മതിയാവും. EWSഉം അതേ സമയത്ത് തന്നെ വെരിഫിക്കേഷൻ ടൈമിന് മുമ്പായിട്ട് അപ്ലോഡ് ചെയ്താൽ മതിയായിരിക്കും. നിങ്ങൾക്ക് PSCയിലൊക്കെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാനായിട്ട് മെസ്സേജ് വരുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് മുമ്പായിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇത് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. OBC SC ST ഒക്കെ നിങ്ങൾ ആ സമയത്താണ് എന്ത് ചെയ്യേണ്ടത്, അപ്ലോഡ് ചെയ്യേണ്ടത് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലടാ? പക്ഷേ 1-2 കണ്ടീഷൻസ് ഉള്ളത്. ഒന്ന്, നിങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഇത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ സെറ്റപ്പാണ്. ഇവിടെ വരുമ്പോഴത്തേക്കും നിങ്ങൾ ആദ്യം നിങ്ങൾ ഡിഗ്രി സെലക്ട് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് ചൂസ് ഫയൽ ഉണ്ട്, പക്ഷേ അത് മാൻഡേറ്ററി അല്ല. കണ്ടോ, ചൂസ് ഫയൽ ഉണ്ട്, അത് മാൻഡേറ്ററി അല്ല. അവിടെ സ്റ്റാർ ചിഹ്നമില്ല. കണ്ടോ, ഇവിടെ റിസൾട്ടിന് അവിടെ സ്റ്റാർ ചിഹ്നമുണ്ട്, പക്ഷേ സർട്ടിഫിക്കറ്റ്സിന് അവിടെ എന്തില്ല, സ്റ്റാർ ചിഹ്നമില്ല. അതായത് നിങ്ങൾക്കത് മാൻഡേറ്ററി ആയിട്ട് ഇപ്പോൾ അപ്ലോഡ് ചെയ്യണമെന്നില്ല. പക്ഷേ നിങ്ങൾ ഈ ഫയൽ ഉണ്ട് എങ്കിൽ ഇവിടെ ചൂസ് ഫയൽ കൊടുത്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെ എല്ലാ സർട്ടിഫിക്കറ്റ്സും, അതായത് ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനുള്ള SSLC ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, ദെൻ ഡിഗ്രി ആയിക്കോട്ടെ, മറ്റ് സർട്ടിഫിക്കേഷൻസ് ആയിക്കോട്ടെ, അതിൻ്റെ ഒന്നും ഫയൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അപ്ലോഡ് ചെയ്യുന്നുവെങ്കിൽ അത് PDF ഫോർമാറ്റിലായിരിക്കണം, 1 MB താഴെയും ആയിരിക്കണം. PDF ഫോർമാറ്റിലായിരിക്കണം, 1 MB താഴെയും ആയിരിക്കണം എന്നുള്ള കാര്യം എന്ത് ചെയ്തേക്കാം, ശ്രദ്ധിച്ചേക്കാം. ദെൻ അതിനുശേഷം ഇവിടെ ജനറൽ സർട്ടിഫിക്കറ്റ്സ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ദെൻ നിങ്ങൾക്ക് സർവീസസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും, എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സും അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ജനറൽ സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ കയറുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കേണ്ടത്, പ്രൊഫൈൽ സബ്മിഷന്റെ ഭാഗമായി വയസ്സ് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് നിർബന്ധമായും അപ്ലോഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രൊഫൈൽ സബ്മിഷന്റെ ഭാഗമായിട്ട് വയസ്സ് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും അപ്ലോഡ് ചെയ്യണം. അതായത് ഇവിടെ ക്രൈറ്റീരിയയുടെ ഭാഗത്ത് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ ഏതൊക്കെയാണോ ക്രൈറ്റീരിയ കൊടുക്കുന്നത് അതിവിടെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അതായത് EWS, ഏജ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ സെലക്ട് ചെയ്യാനായിട്ട് വരും. OBC ഒക്കെ ഉണ്ടെങ്കിൽ OBC, ഇതൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് വരും. അവിടെ നിങ്ങൾ ഏജ് സെലക്ട് ചെയ്യുക. ആ ഏജിൻ്റെ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ നിങ്ങളുടെ SSLCയോ അല്ലെങ്കിൽ ആധാറോ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബെറ്റർ SSLC ആണ്. ഓക്കെ, ഏറ്റവും ബെറ്റർ ഏതാണ്, SSLC ആണ്. SSLCക്ക് അത് കൃത്യമായിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞിട്ടുണ്ട്. ദെൻ ആധാർ ആണെങ്കിലും അവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാണുമ്പോൾ വയസ്സ് തെളിയിക്കുന്നതിനുള്ളൊരു സർട്ടിഫിക്കറ്റ് ഏജ് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ ചൂസ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അത് മാൻഡേറ്ററി ആണ്. ദെൻ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുമ്പോൾ താഴെ ചെയ്യാനായിട്ട് പറ്റും, അത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ബാക്കിയുള്ളതൊന്നും ഇപ്പോൾ അപ്ലോഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. EWS ആയിക്കോട്ടെ, OBC ആയിക്കോട്ടെ, അതൊക്കെ പിന്നീട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന്റെ ഭാഗത്ത് എന്ത് ചെയ്താൽ മതി, കൊടുത്താൽ മതി. പക്ഷേ ഏജ് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കണം, അപ്ലോഡ് ചെയ്തിരിക്കണം എന്ന് മാൻഡേറ്ററി ആയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യം എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് എവിടെയാണെന്ന് മനസ്സിലായി. ഏതാണത്, നിങ്ങളുടെ ഏജ് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ അതിനുശേഷം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും 7th ക്വാളിഫിക്കേഷനുള്ള പോസ്റ്റാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ LDC ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ +2 ക്വാളിഫിക്കേഷൻ വെക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ 7th സ്റ്റാൻഡേർഡുള്ള പോസ്റ്റുകൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇൻഎലിജിബിൾ എന്നായിരിക്കും കാണുക. ഓക്കെ, ഇൻഎലിജിബിൾ എന്നായിരിക്കും കാണുക. അങ്ങനെ ഇൻഎലിജിബിൾ എന്നാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ അതിന് തൊട്ട് സൈഡിൽ തന്നെ ഒരു റെഡ് മാർക്കിൽ റീസൺ ഫോർ ഇൻഎലിജിബിലിറ്റി എന്ന് കാണാനായിട്ട് കഴിയും. ആ റീസൺ ഫോർ ഇൻഎലിജിബിലിറ്റിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു വിൻഡോയിലേക്കായിരിക്കും വരിക. ഓക്കെ, അവിടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പർ പ്രൈമറി എഡ്യൂക്കേഷൻ ആൻഡ് 7th സ്റ്റാൻഡേർഡ് എന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടെ 7ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഉദാഹരണമായിട്ട് റൂം ബോയ് എന്ന് പറയുന്ന പോസ്റ്റ് ആയിക്കോട്ടെ, ലിഫ്റ്റ് ബോയ് എന്ന് പറയുന്ന പോസ്റ്റ് ആയിക്കോട്ടെ, സാനിറ്റേഷൻ വർക്കർ എന്ന് പറയുന്ന പോസ്റ്റ് ആയിക്കോട്ടെ, റൂം ബോയ് ആയിക്കോട്ടെ, ലിഫ്റ്റ് ബോയ് ആയിക്കോട്ടെ, സാനിറ്റേഷൻ വർക്കർ എന്ന് പറയുന്ന പോസ്റ്റ് ആയിക്കോട്ടെ, ഈ പോസ്റ്റുകളിലേക്കെല്ലാം 7th സ്റ്റാൻഡേർഡ് ആണ് മിനിമം ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവിടെ മാക്സിമം ക്വാളിഫിക്കേഷനെ പറ്റി പറഞ്ഞിട്ടില്ല. ഓക്കെ, മിനിമം ക്വാളിഫിക്കേഷൻ 7th ക്വാളിഫിക്കേഷൻ ആണ്, പക്ഷേ മാക്സിമം ക്വാളിഫിക്കേഷനെ പറ്റി പറഞ്ഞിട്ടില്ല. അതായത് നിങ്ങൾക്ക് എന്തേ ഉള്ളൂ, നിങ്ങൾക്ക് 7ാം ക്ലാസ്സേ ഉള്ളൂ, പക്ഷേ നിങ്ങൾക്ക് 7ാം ക്ലാസ് ആണ് യോഗ്യതയുള്ളത്. ദെൻ നിങ്ങൾ 10ാം ക്ലാസ് പോയിട്ടില്ലെങ്കിൽ 7ാം ക്ലാസ്സിന്റെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കാണും. ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം. അല്ല എങ്കിൽ നോക്കിയടാ, അപ്ലൈ വിത്ത് ഇക്വലൻസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. അപ്ലൈ വിത്ത് ഇക്വലൻസി സെലക്ട് ചെയ്യുക. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ
ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ ചൂസ് ചെയ്യാനായിട്ട് കാണും. അവിടെ നിങ്ങൾ നിങ്ങളുടെ SSLC ചൂസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, SSLC ചൂസ് ചെയ്ത് കൊടുക്കുക. ദെൻ അതിനുശേഷം അപ്ലോഡ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കിടപ്പുണ്ട്. അവിടെ മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? SSLCയുടെ സർട്ടിഫിക്കറ്റ് ചൂസ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അവിടെ ഒരു കാര്യമുള്ളത്, 2 MB താഴെ മാത്രമേ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഏജിന്റെ അവിടെ SLC കൊടുക്കുന്നുണ്ട്. അതേ സാധനം തന്നെ ഇവിടെ എന്ത് ചെയ്ത് കൊടുത്താൽ മതി? അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അവിടെ ചൂസ് ഫയലിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അപ്ലോഡ് ഇക്വലൻസി സർട്ടിഫിക്കറ്റിന്റെ അവിടെ 2 MB താഴെ മാത്രമുള്ള PDF ഫയൽ നിങ്ങൾക്ക് SSLC സർട്ടിഫിക്കറ്റിന്റെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ദെൻ പ്രൊസീഡ് കൊടുത്താൽ നിങ്ങൾക്ക് ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 2 സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഒന്ന്, നിങ്ങൾക്ക് SSLC അപ്ലോഡ് ചെയ്യേണ്ടത് ഏജ് കാണിക്കുന്നിടത്തും. 2, നിങ്ങൾ എവിടെയാണ്? നിങ്ങളുടെ 7th ക്വാളിഫിക്കേഷൻ ഉള്ളിടത്ത് ഇക്വലൻസി കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ദെൻ അവിടെ നിങ്ങൾ ചൂസ് ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ SSLCയുടെ ഫയൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്കാണ് നിങ്ങൾക്ക് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് വേണ്ടത്. ബാക്കി ഭാഗങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് പിന്നീട് നിങ്ങൾക്ക് എക്സാം ഒക്കെ എഴുതി ക്ലിയർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം? അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞത് സെറ്റാണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, 28-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. ഇന്ന് ഡേറ്റ് നമുക്ക് 22 അതായത് നമ്മുടെ മുൻപിൽ ഒരു 6 ദിവസം കൂടിയേ ഉള്ളൂ. ലാസ്റ്റ് സമയത്ത് പണി കിട്ടണ്ടായെങ്കിൽ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, മറന്നു പോകരുത്. ഓക്കെ അല്ലേടാ? നമ്മുടെ LDCക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് ഇപ്പോൾ അവൈലബിൾ ആണ്. ദേവസ്വം ബോർഡ് LDC ബാച്ച് 2025 250+ അവേഴ്സിന്റെ റെക്കോർഡഡ് ലൈവ് സെഷൻസ് ഉണ്ട്. ഈ ബാച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, തുടങ്ങിയിട്ടേ ഉള്ളൂ. എത്രയും വേഗം നിങ്ങൾ ജോയിൻ ചെയ്യാം, ഒരുമിച്ച് പഠിച്ചു പോകാം. ആദ്യം തന്നെ നിങ്ങൾക്ക് പഠിച്ച് എന്ത് ചെയ്യാനായിട്ട് പറ്റും? പഠിച്ച് കുറേ കാര്യങ്ങൾ പോകാനായിട്ട് പറ്റും. പിന്നീടത്തേക്ക് മാറ്റി വെക്കാതെ ഇപ്പോൾ തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. 250+ അവേഴ്സിന്റെ റെക്കോർഡഡ് ലൈവ് സെഷൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് 1 മിനിറ്റ് പോലും നഷ്ടപ്പെടാത്ത രീതിയിലുള്ള റെക്കോർഡഡ് സെഷൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുക. ദെൻ അതിനുശേഷം ലൈവ് സെഷൻസ്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതിന്റെ ലൈവ് സെഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ദെൻ 50+ അവേഴ്സിന്റെ ചോദ്യ പരിശീലന സെഷൻസ്. ദെൻ ചോദ്യ പരിശീലനം അത് KDRBയുടെ ഫോർമാറ്റിൽ തന്നെ ആയിരിക്കും. ദെൻ അതേപോലെ തന്നെ ഡെയിലി ടെസ്റ്റുകൾ, വീക്ക്ലി ടെസ്റ്റുകൾ, മന്ത്ലി ടെസ്റ്റുകൾ, അങ്ങനെ മൊത്തത്തിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള സെറ്റപ്പുകൾ ഉണ്ടാവും. ദെൻ PDF നോട്ടുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിന്റ് എടുത്ത് പഠിക്കാനായിട്ട് പറ്റും. ദെൻ അമൽ സാർ നേതൃത്വമുള്ള മോട്ടിവേഷണൽ സെഷനുകൾ കാണും, കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പ് കാണും. അങ്ങനെ ഒരു അടിപൊളി ബാച്ച് ആണ് ഏതെന്ന് പറയുന്നത് LDC ബാച്ച് എന്ന് പറയുക. അപ്പോൾ ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്, എത്രയും വേഗം താഴെ കാണുന്ന 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക. എത്രയും വേഗം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം. ഇനി നിങ്ങൾക്ക് LDC ഇല്ല, നിങ്ങൾക്ക് 7th ക്വാളിഫിക്കേഷൻ ഉള്ള പോസ്റ്റുകളാണ് എങ്കിൽ 7th ക്വാളിഫിക്കേഷനിലുള്ള പോസ്റ്റുകളിലേക്കുള്ള ഒരു കോമൺ ബാച്ച് അവൈലബിൾ ആണ്. ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അത് LDC ഇല്ലാത്ത പോസ്റ്റുകളാണെങ്കിൽ, LDC ഉണ്ടെങ്കിൽ നിങ്ങൾ LDC ബാച്ചിൽ ജോയിൻ ചെയ്യുക. അവിടെ എല്ലാ കണ്ടന്റും നിങ്ങൾക്ക് കിട്ടും. ദെൻ കോമൺ ബാച്ച് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ കുറച്ചുകൂടി ഫീസ് കുറച്ച് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്, എത്രയും വേഗം അടിപൊളിയായിട്ട് നിങ്ങൾ പഠിച്ച് അവസാനം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജോലിയിലേക്ക് എത്താൻ പറ്റും. ലാസ്റ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് അത് ബുദ്ധിമുട്ടാണ്. ആദ്യം തന്നെ പഠിച്ച് എത്രയും വേഗം നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. താങ്ക് യു സോ മച്ച്.